വിഷ്ണുവിലേക്ക് തിരിച്ചു വരാം. ദയവായി വിഷ്ണു ടെലിഫോൺ ലൈൻ തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം, അതായത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ സർക്കാർ പുതുതായി നിയമിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി കഴിഞ്ഞു, 4 വർഷം അതിന് പിന്നാലെ പോയി പാഴാക്കി കളഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിൽ IG റാങ്കിലുള്ള സ്പർജൻ കുമാറിനാണ് അന്വേഷണ സംഘ തലവൻ. IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. ഈ അന്വേഷണ സംഘം രൂപീകരിക്കാനുള്ള വിശദീകരണമായി സർക്കാർ പറയുന്നത് ഇപ്പോൾ ഈ സ്ത്രീ, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഈ നടന്മാർക്കെതിരെ മൊഴി നൽകിയ സ്ത്രീകൾക്ക് ഈ അന്വേഷണ സംഘത്തിന് മുന്നാകെ തങ്ങളുടെ പരാതി പറയാം. മാത്രമല്ല, ഈ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്ന നിയമോപദേശം, അറ്റോർണി ജനറലിന്റെ നിയമോപദേശം സർക്കാരിന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞിരുന്നു ചർച്ചയിൽ, അതായത് കൊഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് അടിസ്ഥാനപരമായി ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ കാര്യം. പക്ഷെ ഇവിടെ കൊഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ച് ഇൻഫർമേഷൻ ഇല്ല. കാരണം എന്താ പ്രശ്നം? ഒരു ആരോപണമുണ്ട്, ആരോപണം ഉന്നയിക്കുന്ന ആരാണെന്നറിയില്ല, ആരോപണം ആർക്കെതിരെയാണ് ഉന്നയിക്കുന്നത് നമുക്കറിയില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ കൂടുതലായിട്ടും നമുക്ക് വെളിപ്പെടുത്തലുകൾ ആവശ്യമുണ്ട്. അപ്പൊ ആ വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടി ഇവര് പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ പോലീസ് അധികൃതരോട് ബന്ധപ്പെട്ടാൽ മാത്രമേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളൂ. ഇതിന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു നിയമവശം ഒരുപക്ഷെ കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അതായത് ഏതെങ്കിലും ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നു എന്നതുകൊണ്ട് കേസെടുക്കേണ്ടതില്ല എന്നൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. പക്ഷെ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് അന്വേഷണ സംഘം എനിക്കിത് തെറ്റില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വഴിയാണ് ഈ സാമൂഹ്യ സമ്മർദ്ദം മൂലം സർക്കാർ രണ്ടാമത്തെ വഴി സ്വീകരിച്ചിരിക്കുന്നു. അത് വളരെ പോസിറ്റീവായ കാര്യമാണ്. പക്ഷെ അപ്പോഴും മൊഴികളില്ലാതെ ആ കേസിന്റെ ഏതെങ്കിലും ഒരു അലിഗേഷൻ, ഏതെങ്കിലും ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന്റെ അലിഗേഷന് ഭാവിയില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്.